റിട്ടേൺ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളതേ മലരിക്കൽ ആമ്പൽ വസന്തത്തിലാണ്. എല്ലാവർക്കും അറിയാം, വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണിത്, ഈ ആമ്പൽ വസന്തം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, പിന്നെ ഇത് വരുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ഈ ആമ്പൽ വിസ്മയം ഉള്ളത്. കോട്ടയം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തിൽ കുമരകത്തിനടുത്തായിട്ടാണ് ഈ മലരിക്കലുള്ളത്. ഈ സ്ഥലം തന്നെ കണ്ടാൽ അറിയാം, ധാരാളം ആറുകളും തോടുകളും പാടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണിത്. മീനച്ചിലാറും കോടൂരാറും ചേരുന്ന ഭാഗത്ത് വലിയ ചുഴികൾ ഉണ്ടാകുകയും അത് കാരണം ധാരാളം മലരികൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മലരിക്കൽ എന്ന പേര് വന്നതെന്നാണ് ചരിത്രം. കുമരവും കുട്ടനാടും പ്രകൃതി ഭംഗിയാൽ സമ്പുഷ്ടമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതുപോലുള്ള ധാരാളം പാലങ്ങളും പാടശേഖരങ്ങളും കൂടുന്നതാണ് ഈ തിരുവാർപ്പ് പഞ്ചായത്ത്. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് മലരിക്കലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു. വലത്തോട്ട് പോയാൽ കുമരകമാണ് കേട്ടോ. മലരിക്കലേക്ക് കടക്കാനുള്ള ഒരു പുതിയ പാലമാണിത്. അതിമനോഹരമായി പുതിയ രീതിയിൽ തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പാലം ഇറങ്ങി കുറച്ച് ചെല്ലുമ്പോൾ ഈ ജംഗ്ഷനിലെത്തും. ഇത് കാണുമ്പോൾ നമ്മൾ കരുതും ഇതാണ് മലരിക്കൽ. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കൈ കാണിക്കുകയും പാർക്കിങ്ങിന് വേണ്ടി വിളിക്കുകയും ധാരാളം ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാവരും പറയും ഇതാണ് മലരിക്കൽ എന്ന്. സത്യത്തിൽ ഇതല്ല മലരിക്കൽ. അപ്പം നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇത് മലരിക്കൽ പാടശേഖരത്തിന്റെ തുടക്ക ഭാഗം മാത്രമാണ്. ഈ ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഏകദേശം നടുഭാഗത്തെത്തും. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയാൽ എൻഡ് ഭാഗത്തെത്തും. അതോടുകൂടി റോഡ് അവിടെ എൻഡ് ചെയ്യുകയാണ്. ആ ഭാഗത്താണ് യഥാർത്ഥ മലരിക്കൽ. ഇതാണ് ആ സ്ഥലം. മോട്ടോർ പിടിപ്പിച്ച വള്ളത്തിലാണ് നമ്മൾ ഈ ആമ്പൽ വസന്തം കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സാരഥി ഈ ചേട്ടനാണ് കേട്ടോ. തിരുവാർപ്പ് പഞ്ചായത്ത് അധികൃതരാണ് ഈ ബോട്ടിങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ റേറ്റ് ആണ് ബോട്ടിങ്ങിന് അവർ ഈടാക്കുന്നത്. എഞ്ചിൻ വെച്ച വള്ളത്തിന് അവര് ഈടാക്കുന്ന റേറ്റ് 1000 രൂപയാണ് കോമൺ ആയിട്ട്. പക്ഷേ നേരം വൈകും തോറും റേറ്റ് കുറച്ച് കുറയും കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് എത്ര ദൂരം ഈ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ചിലത് കുറച്ച് ദൂരം വരെ പോയി കുറച്ച് കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷേ ചിലരാകട്ടെ അങ്ങ് എൻഡ് വരെ കൊണ്ടുപോയി നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് കിട്ടിയത് അങ്ങനെ നല്ല മനസ്സുള്ള ഒരു ചേട്ടനെയാണ്. അപ്പോൾ ഇനി നമുക്ക് മലരിക്കൽ പാടത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലരിക്കൽ പാടത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ പറയുന്നതിൽ നല്ലത് ഇവിടുത്തുകാരനായ ഒരാൾ പറയുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വഞ്ചിയുടെ നായകൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, എന്താ ചേട്ടന്റെ പേര്? ഷെരീഫ്. എവിടെ ജോലി ചെയ്ത് തന്നെയാണോ? അല്ല, എനിക്ക് വേറെ വാട്ടർ ട്രാൻസ്പോർട്ടിലായിരുന്നു. ഞാൻ റിട്ടയർ ആയതുകൊണ്ട് ഒരു ഷോയ്ക്ക് വേണ്ടി. ഇത് എത്ര ഏക്കറാണ്? ഇത് 1850 ഏക്കർ. സ്വകാര്യ വ്യക്തികളുടെ. ആമ്പൽ എല്ലാ സമയത്തും ഉണ്ടാവും? എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും. ഈ വെള്ളം പറ്റിച്ച് കഴിയുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റും. വെള്ളം കയറ്റി കഴിയുമ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ ഈ ആമ്പലാവും. അത് ഏത് മാസമായിരിക്കും? ഇത് മിക്കവാറും ജൂലൈ കഴിയുമ്പോൾ, ജൂലൈ ആഗസ്റ്റോടുകൂടിയാണ് ഈ ആമ്പലെല്ലാം ആകുന്നത്. നവംബറൊക്കെ ആകുമ്പോൾ ഇത് വെള്ളം പറ്റിച്ച് അടുത്ത കൃഷിയിലേക്ക് കിടക്കും, നെൽകൃഷിയിലേക്ക്. ഇത് ഒരു വ്യക്തിയുടെ ആണോ? അല്ല, പല വ്യക്തികളുടെ. ഈ പാടം തുടങ്ങുന്നതിന്റെ ആരംഭഘട്ടത്തിൽ നിന്നും ആമ്പൽപ്പൂ പറിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ
ഏറ്റവും എൻഡ് ഭാഗത്ത് കൊണ്ടുപോയി. അവിടെ ധാരാളം പാടങ്ങളുണ്ട് നമുക്ക് പൂ പറിക്കാൻ പറ്റുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു ഏറ്റവും വലിയ പാടായത്. ഓ, ഇത് കോട്ടയം ജില്ലയല്ലേ? അതെ അതെ. ആഹാ. കോട്ടയം ജില്ല തിരുവാർപ്പ് പഞ്ചായത്ത്. തൊട്ടപ്പുറത്ത് ആലപ്പുഴ ജില്ലയാണ്. ഈ അതിർത്തി ആ അതെ അതെ. ആലപ്പുഴ ജില്ലയുടെ ഏത് ഭാഗം വരും? ഇത് പുളിങ്കുന്ന് ഏരിയ. ഇത് ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ട് എത്ര നാളായി? ഒരു 8 വർഷമേ ഉള്ളൂ. ഒരു 8 വർഷമാണ്. ഇത് 8 വർഷമായിട്ട് ഇതുണ്ട് സംഭവമുണ്ട്. ആള് വരാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായുള്ളൂ. റീൽസിലൂടെ റീൽസിലൂടെ. അതെ അതെ. മത്സ്യസമ്പത്തൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? മത്സ്യസമ്പത്ത് ഉണ്ട്. എല്ലാവരും വലയിട്ട് മീൻ പിടിക്കും, വീശി പിടിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വെള്ളം പറ്റിക്കുമ്പോൾ മീൻ കിട്ടും. കണ്ടത്തിൽ ഓൾറെഡി മീനുണ്ട്, അത് വലയിട്ട് പിടിക്കുന്നവരുണ്ട്. കരിമീനൊക്കെ കിട്ടും? കരിമീനുണ്ട്. കരിമീൻ ചൂണ്ട ഇട്ടും കിട്ടും, അല്ലാതെ വലയിട്ടും കിട്ടും. ഇവിടെ ഈ ചുമന്ന ആമ്പല് മാത്രമേ ഉള്ളൂ? ചുമപ്പും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റ് കുറവാണല്ലേ? വൈറ്റ് കുറവാണ്, ചുമപ്പാണ് ഏറ്റവും കൂടുതൽ. പണ്ട് മുതലേ ഇവിടെ ഇതുണ്ട്? ഉണ്ടായാലേ ഉണ്ട്. ഇത് അങ്ങനെ ഫേമസ് ആയിട്ടില്ലായിരുന്നു. എല്ലാരും ഇത് കൃഷിയാകുമ്പോ മരുന്നടിച്ച് ഇത് കളയുക സാധാരണ. വിഷം അടിച്ച് ഇത് കളയും, നശിപ്പിച്ചിട്ടാണ്. അറിയത്തില്ലായിരുന്നു. ഇത് തന്നെ കിളിക്കുന്നതാണോ അതോ പാകി വല്ലോ? ഇല്ല, തന്നെ കിളിക്കുന്ന. ഇപ്പൊ ഇത് വെള്ളം പറ്റിച്ച് കഴിയുമ്പോ ഇതിന്റെ അരിയില്ലേ, ഇതിന്റെ മേളിൽ അരിയുണ്ട്, അത് താഴെ കിടക്കും. താഴെ കഴിയുമ്പോൾ പിന്നെ ഇത് പറ്റിച്ച് കഴിയുമ്പോ പിന്നെ വെള്ളം കയറി കഴിയുമ്പോ ഇതിന്റെ അരി തന്നെ ഇത് കിളുത്ത് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഇത് റെഡിയാകുന്ന. ഇത് ടൂറിസം നടത്തുന്നത് ഗവൺമെന്റ് പഞ്ചായത്ത് ഇടപെട്ട, പഞ്ചായത്തിന്റെ ഇതിലാണ്. പഞ്ചായത്ത് നിങ്ങൾക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്? പഞ്ചായത്ത് ഓരോരുത്തർ കാർഡ് വന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ. ഇത് കറക്റ്റ് സീസൺ ഏത് സമയത്താണ് വരുന്നത്? ഇത് ഈ മാസം, ഈ മുതല ആകുമ്പോഴാണ്, അടുത്ത മാസമാണ്, ഓണത്തോടു കൂടിയാണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അതെ അതെ, 2 മാസമാണ്. കഴിഞ്ഞ് വെള്ളം പറ്റി. പിന്നെ കൃഷി സീസണായി. ഓണത്തിനടുപ്പിച്ചാണോ ഇത് ഏറ്റവും കൂടുതലാകുന്നത്? അപ്പൊ നിങ്ങൾ ഓണത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരേ അമ്പൽപ്പൂവ് എത്ര ദിവസം വിരിയും? ഇത് വിരിന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ വിരിക്കുന്ന എന്ന് കളയുന്ന വന്നേ ഉള്ളൂ. ഒരു 3-4 മാസമെങ്കിലും ഇത് കാണും. പറിച്ചില്ലെങ്കിൽ 3-4 മാസം ഇത് ഇങ്ങനെ വെയിലാകുമ്പോൾ ഇത് ഇങ്ങനെ കൂമ്പിപ്പോവും. വെയില് വിരിയുന്നത്. അതായത് അത് വെളുപ്പിനെ വന്ന, അതായത് കാണാം. സൂര്യോദയ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് കാണാം. ഇതിന് എത്ര ആഴമുണ്ട് ചേട്ടാ ഏകദേശം? ഇത് ഒരു അരയാൾ വെള്ളമേ ഉള്ളൂ. ഒരു 1.5 മീറ്റർ 2 മീറ്റർ വെള്ളത്തിൽ കൂടുതൽ. 2 മീറ്റർ. ഇത് വെള്ളം വലിയ വെള്ളപ്പൊക്കം വന്നാലേ ഉള്ളൂ ഒരു 1.5 ആൾ വെള്ളം കാണത്തുള്ളൂ. അപ്പൊ അത്യാവശ്യം നമ്മള് വീണാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്തെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിരാവിലെ എത്തണം. ഞങ്ങൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ അതേ ആ പൂക്കൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ചെറുതായി കൂമ്പി അടയാൻ തുടങ്ങിയിരുന്നു. ഇവിടുത്തെ ഏറ്റവും നല്ല ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് ഒരു 9 മണി വരെയാണ്. അപ്പം എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കുറെ ആയപ്പോഴത്തേക്ക് നല്ല വെയിലായി. അപ്പം ഇനി തിരിച്ചു പോകാൻ ചേട്ടാന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നമ്മുടെ ഡ്രൈവർ ചേട്ടനോട്. ആലപ്പുഴയ്ക്ക് പോണതാ. ഓ, ഇത് അപ്പൊ ജലപാതയല്ലേ? എവിടെ? കുമരകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടോ? കോട്ടയത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടോ. അതിന്റെ അപ്പുറത്തും വലിയ അമ്പൽപ്പാടം കാണുന്നുണ്ട് അല്ല? അപ്പൊ അതിനുള്ള പോകാനുള്ള വഴി അങ്ങോട്ടാ? അങ്ങനെ പോകുന്നില്ല. ഇല്ല. അത് വളർത്തിയതാണോ? അല്ല, അത് ഇതുപോലെ തന്നെ കൃഷി ചെയ്യേണ്ട സ്ഥലമാണ്. വെള്ളം കയറ്റിയിട്ടിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ഒരു കൃഷിയല്ലേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാ പാടവും വെള്ളം കയറും. അപ്പൊ ഇത് തന്നെ ഉണ്ടാകുന്ന. അങ്ങോട്ട് വലിയ വണ്ടി സൗകര്യം ഇല്ലാത്തോണ്ടാണ് ആൾക്കാര് അവിടെ വള്ളത്തെ മാത്രമേ ചെല്ലാവുള്ളൂ. ഇത് കായലാണോ? കായല. കായലാ. ഏത് കായലാ ഇത്? വേമ്പനാട്ട് കായല. വേമ്പനാട്ട് കായല. കരക്കിറങ്ങണോ? കരക്കിറങ്ങണോ? ഒന്ന് ഇറങ്ങിട്ട് പോയ. അല്ല, ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. എന്നാ വേണ്ട, കരക്കോട് ഇറങ്ങി നമുക്ക് കരയ്ക്ക് വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കാനേ പറ്റുള്ളൂ. അതിലെ വേണം വീഡിയോ എടുക്കണമെങ്കിൽ ഒന്ന് എടുക്കാം. ഇങ്ങനെ ഒരാളെ യാത്രയിൽ കൂടെ കിട്ടാൻ ഒരു ഭാഗ്യം വേണം കേട്ടോ. നമ്മുടെ ആ ചേട്ടനുണ്ടല്ലോ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. നമ്മളെ ഈ കരയിൽ നിർബന്ധിച്ചിറക്കി നമ്മൾ നടക്കുന്ന വീഡിയോസ് അതിമനോഹരമായി പകർത്തി തന്നു. ഇനിയും പുള്ളിക്ക് ഒരു മടിയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് നിന്ന് ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹാപ്പിയാണല്ലോ, എനിക്ക് അത് മതിയെന്ന്.
ശരിക്കും നയനമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കിനി തിരിച്ചു പോകാമെന്ന്. അങ്ങനെ തിരിച്ചു വന്ന് വണ്ടി എടുത്തു. പേയാൻ പാർക്കിൽ 30 രൂപയാണ് വണ്ടിക്ക് പാർക്കിംഗ് ഫീ ഈടാക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി മണ്ടത്തരമായിപ്പോയി എന്ന്. കാരണം ആ റോഡിന്റെ സൈഡിൽ ധാരാളം സ്ഥലമുണ്ട് പഞ്ചായത്തിന്റെ വകയായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ പോകുന്നവര് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഈ റോഡ് എൻഡ് ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ആ ഭാഗത്തെ വീടുകളും കാഴ്ചകളും ഒക്കെ അതും ഒരു ഭംഗിയല്ലേ, അപ്പം അത് കാണാം. ദേ ഇതുപോലുള്ള തടിപ്പാലം കടന്നു വേണം നമ്മൾ റോഡിന്റെ ഇപ്പുറം എത്താൻ. ഈ ഉണക്കാണ്ടിരിക്കുന്ന കൊടംപുളിയും താറാവുമൊക്കെ ഇവിടെയുള്ള എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിലൊക്കെ നമ്മളെ ആശ്ചര്യപ്പെടുത്തിയതും ഇഷ്ടപ്പെട്ടതും ദേ ഈ അമ്മയാകട്ടോ. അമ്മയുടെ വീടിന്റെ തൊട്ട് മുന്നിലും മോനെ ഞങ്ങളുടെ മുറ്റത്തും ഉണ്ട് കേട്ടോ ആമ്പൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചെന്നാണിത്. എന്നിട്ട് ദേ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വീടിന്റെ ബാക്ക് സൈഡിൽ പോയി. ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ നിന്നാലേ നിറയെ ആമ്പൽപ്പാടം കാണാം, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് ദേ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചതാണ്. ശരിക്കും നല്ല ഭംഗിയുള്ള അമ്പൽപ്പാടമായിരുന്നു കേട്ടോ അത്. ശരിക്കും ആ അമ്മയുടെ സംസാരവും കൊച്ചുമക്കളുമായിട്ടുള്ള കളിയും ഒക്കെ ആയിട്ട് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. ശരിക്കും എന്ത് നിഷ്കളങ്കരായ മനുഷ്യരാണെന്നോ ഇവിടെയുള്ളത്. നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. കാരണം ഒരു പരിചയമില്ലാത്ത നമ്മളെ ഇത്രയും നല്ല രീതിയിൽ സൽക്കരിക്കുന്ന ഇവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല. അടുത്തൊരു തടിപ്പാലം കടന്ന് ഞങ്ങൾ വീണ്ടും റോഡിന്റെ അപ്പുറത്തെത്തി. അവിടെ നിന്ന് നോക്കിയാലോ അതിമനോഹരമായ പാടശേഖരത്തിന്റെ വേറൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പുറം സൈഡ് ആമ്പലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പച്ച വിരിച്ച പാടം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, ഓരോ മലരിക്കൽ പാടശേഖരത്തിലും ആമ്പൽ പൂക്കളുണ്ട്. ആദ്യത്തെയിൽ ഏകദേശം 50-60 ബോട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് വരുന്നിടത്തും ഏകദേശം 60-70ഓളം വരുന്നുണ്ട്. മൂന്നാമത്തെ പാർട്ട് വരുന്നിടത്തും അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ആമ്പൽ ഏത് പാടത്തിലാണ് കൂടുതലെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ബോട്ട് സജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ കുമരകത്തേക്ക് വിട്ടു. കാരണം വേറൊന്നുമല്ല, നല്ല ഫുഡ് അവിടെ കിട്ടുമെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മള് ദേ ഈ തെങ്ങിൻതോപ്പ് കള്ള്-ഷാപ്പിലെത്തി. നമ്മൾ 1-2 പേരോട് അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഇവിടെ എത്തിപ്പെട്ടത്. ശരിക്കും അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത കിടിലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടത്തെ. ഞങ്ങളെല്ലാവരും പിന്നെ ഈ ഹരിതാപവും പച്ചപ്പും ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടായിരിക്കാം ഈ യാത്രകളൊക്കെ ഇത്രയും മനോഹരമായി തീരുന്നത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പോലെ തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡും. അയ്യോ ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ അതിമനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തീരുക കേട്ടോ. വീണ്ടും നല്ല വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ഓക്കേ.